നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും മേനറ്റസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഞാൻ യങ് പ്രൊഫഷണൽ സ്കീമിനെ കുറിച്ച് പറഞ്ഞിരുന്നു. നേരത്തെ യൂത്ത് മൊബിലിറ്റി എന്ന പേരിൽ വിവിധ രാജ്യങ്ങളിൽ നിന്ന് യുകെയിലേക്ക് വരാനുള്ള അവസരം കൊടുക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കാരെ അതിൽ ആഡ് ചെയ്തിരിക്കുകയാണ്. അവരുടെ പേരിട്ടിരിക്കുന്നത് യങ് പ്രൊഫഷണൽ സ്കീം എന്നാണ്. ഞാൻ ഈ യങ് പ്രൊഫഷണൽ സ്കീം വഴി നമുക്ക് 3000 പേർക്കാണ് ഒരു വർഷം യുകെയിലേക്ക് വരാൻ സാധിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. അതിന്റെ രണ്ടാമത്തെ നറുക്കെടുപ്പ് ഇന്ന് ഉച്ചയ്ക്ക്, അതായത് ജൂലൈ 16 തീയതി ഉച്ചയ്ക്ക് 1:30 ഇന്ത്യൻ ടൈം 1:30 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്ക് ജൂലൈ 18 തീയതി ഉച്ചയ്ക്ക് 1:30 വരെ ആ നറുക്കെടുപ്പിൽ നമ്മുടെ പേര് രജിസ്റ്റർ ചെയ്യാനുള്ള അവസരം ഉണ്ടായിരിക്കുന്നതാണ്. കുറച്ച് വെയിറ്റിംഗ് ഉണ്ട് അവിടെ. എത്ര നേരമാണ് വെയിറ്റിംഗ് എന്ന് കാണിക്കും. ആ വെയിറ്റിംഗ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 25 മിനിറ്റ്സ് അവിടെ തരുന്നതായിരിക്കും നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിന് വേണ്ടി. അന്നേരം ഇതിന്റെ യോഗ്യത എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിഗ്രി പാസ്സായിരിക്കണം. ഇത് മാത്രമാണ് ഇതിന്റെ യോഗ്യത. കൂടാതെ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരായിരിക്കണം. പിന്നെ നമ്മളെ ഡിപ്പെൻഡ് ചെയ്യുന്ന 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ നമുക്ക് ഉണ്ടാകരുത്. അതിന്റെ ക്രൈറ്റീരിയ അവർ പറഞ്ഞിട്ടുണ്ട്. കൂടാതെ നമുക്ക് യുകെയിൽ വന്നാൽ നമ്മുടെ എക്സ്പെൻസ് കവർ ചെയ്യാനായിട്ട് 2530 പൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ ഇട്ട് കാണിക്കണം. കൂടാതെ അതിന്റെ ഇമിഗ്രേഷൻ സ്കിൽ ചാർജ് അടയ്ക്കണം. പിന്നെ വിസ ഫീസ് അടയ്ക്കണം. വിസ ഫീസ് ഒക്കെ വളരെ തുച്ഛമായിട്ടുള്ളതുള്ളൂ, 298 പൗണ്ടേ ഉള്ളൂ. നമുക്ക് ബാലറ്റിൽ ആദ്യം എൻ്റർ ചെയ്യണം. ഈ ബാലറ്റിലൂടെ നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് വിസ ലഭിക്കുകയുള്ളൂ. എന്നാൽ ഈ ബാലറ്റിലൂടെ സെലക്ട് ആകുന്നതിന് പ്രത്യേക ഒരു കാര്യം ഓർക്കുക, 1 രൂപയുടെ പോലും ചെലവില്ല. നമുക്ക് എല്ലാവർക്കും തന്നെ ഫ്രീ ആയിട്ട് ആ ലോട്ടറിയിൽ എൻ്റർ ചെയ്യാവുന്നതാണ്. ആ ലോട്ടറിയിൽ എൻ്റർ ചെയ്യുന്നതിന് പ്രത്യേകിച്ച് ഒന്നും വേണ്ട. നമുക്ക് ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് മാത്രം മതി. നമുക്ക് ഒരു ഏജൻസിക്കും പൈസ കൊടുക്കാതെ നിങ്ങൾക്ക് ഈ യങ് പ്രൊഫഷണൽ സ്കീമിന്റെ ബാലറ്റ് സിസ്റ്റത്തിൽ എൻ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡിഗ്രി പാസ്സായിട്ടുള്ള എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. അന്നേരം അത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള പ്രോസസ്സ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചു തരാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം ചെയ്യേണ്ടത് UK ഗവൺമെന്റ് വെബ്സൈറ്റിൽ പോകുക, www.government.uk. അന്നേരം ഒരു കാര്യം ഓർക്കുക, നമുക്ക് ഇതിന് 48 അവേഴ്സ് ടൈം ഉണ്ട്. നമ്മൾ ഒരു കാരണവശാലും വെപ്രാളം കാണിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എൻ്റർ ചെയ്യരുത്. നമ്മുടെ സമയം എടുത്ത് തന്നെ ചെയ്യുക. കാരണം ഇന്ന് ആദ്യത്തെ ദിവസമായിട്ട് ഇന്ന് കുറച്ച് തിരക്കുണ്ട്. നാളെയൊക്കെ ആകുമ്പോൾ ഒരു തിരക്കും കാണുകയില്ല. മറ്റന്നാളൊക്കെ ആകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ നോക്കും. അന്നേരം ഒരുപാട് വെപ്രാളം ഒന്നും കാണിക്കാതെ തന്നെ എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക. അന്നേരം അതിനെക്കുറിച്ച് വിശദമായിട്ട് ഞാൻ ഇപ്പോൾ സ്ക്രീനിൽ കാണിക്കാം. നമ്മൾ എങ്ങനെയാണ് ഇത് ഫോളോ ചെയ്യേണ്ടതെന്നുള്ളത്. ഒരു കാര്യം പ്രത്യേകം ഓർക്കുക, നമുക്ക് ഇതിന് 1 രൂപ പോലും നമ്മൾ ഒരു ഏജന്റിനും കൊടുക്കരുത്. ഇതിന്റെ ആപ്ലിക്കേഷൻ ഫ്രീ ആണ്. ഇതിന്റെ നമുക്ക് ഈ ലോട്ടിലൂടെ നമ്മളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, അതായത് നറുക്കെടുപ്പിലൂടെ നമ്മളെ തെരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് 90 ദിവസം സമയമുണ്ട്. ആ സമയത്തിനിടയ്ക്ക് നമ്മൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇട്ട് കാണിക്കാം. PCC എടുക്കണം, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് എടുക്കണം. ഇതൊക്കെ സമയമുണ്ട്. അത് നമ്മളെ എപ്പോഴും നമ്മൾ ഈ ലോട്ട് വഴി തെരഞ്ഞെടുത്താൽ മാത്രം ഇതൊക്കെ ചെയ്താൽ മതി. അല്ലാതെ ഇതൊന്നും ചെയ്ത് നമ്മൾ പൈസ കളയേണ്ട കാര്യമില്ല. IELTS OET പോലെ ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഇതിന് കാണിക്കേണ്ട. അന്നേരം നമുക്ക് ഡിഗ്രി പാസ്സായിട്ടുണ്ടെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും പ്രായം ആണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഇതിനു വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അന്നേരം അതിന്റെ സ്റ്റെപ്സ് എങ്ങനെയാണെന്നുള്ളത് കണ്ടു നോക്കുക. നമ്മൾ ആദ്യം പോകേണ്ടത് www.government.uk വെബ്സൈറ്റിലാണ്. വെബ്സൈറ്റിൽ പോയിട്ട് അവിടുന്ന് ഫസ്റ്റ് പേജിൽ തന്നെ വിസ ആൻഡ് ഇമിഗ്രേഷൻ കാണും. അതിൽ ക്ലിക്ക് ചെയ്യണം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഹെൽത്ത് ആൻഡ് കെയർ വിസ, സ്കിൽഡ് വിസ എന്ന് പറഞ്ഞ് കാണിക്കും. അതിന് താഴോട്ട് പോകുമ്പോൾ ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീം വിസ എന്ന് കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അടുത്ത പേജിലോട്ട് പോകും. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് ഇന്ത്യൻ യങ് പ്രൊഫഷണൽ സ്കീമാണ്. അത് കഴിഞ്ഞ് അടുത്ത പേജിലോട്ട് പോകുമ്പോൾ അവിടെ നമുക്ക് എൻ്റർ ദ ബാലറ്റ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ക്രിയേറ്റ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞു വരും government.uk വെബ്സൈറ്റിൽ. അന്നേരം അത് ആർക്ക് വേണ്ടിയാണ് ക്രിയേറ്റ് ചെയ്തത് അത് നമ്മൾ ചെയ്യുക. എന്നിട്ട് നെയിം കൊടുക്കുക, കറക്റ്റായിട്ട് കൊടുക്കുക. ഗിവൺ നെയിം, സർനെയിം പ്രത്യേകം കൊടുക്കുക. പാസ്പോർട്ടിലതുപോലെ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കുക. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും ഇല്ലാതെ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. അത് കഴിയുമ്പോൾ കൺട്രി ഓഫ് നാഷണാലിറ്റി ചോദിക്കും. അത് ഇന്ത്യയാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇന്ത്യ കൊടുക്കുക. ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കണ്ടിന്യൂ ചെയ്യുക. അത് കഴിഞ്ഞ് നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കുക. വളരെ ക്ലിയറായിട്ട് മാത്രം കൊടുക്കുക. കറക്റ്റ് പാസ്പോർട്ടിൻ്റെ നമ്പർ കറക്റ്റായിട്ട് കൊടുക്കുക. കൺട്രി ഓഫ് ഇഷ്യൂ ഇന്ത്യ തന്നെ ആയിരിക്കും. അന്നേരം ഇന്ത്യ കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ആ എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ടിനെല്ലാം എക്സ്പയറി ഡേറ്റ് ഉണ്ട്. അതുകൊണ്ട് കറക്റ്റായിട്ടുള്ള എക്സ്പയറി ഡേറ്റ് കൊടുക്കുക. അത് തെറ്റിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ഇത് നമ്മുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. ഇത് നമ്മൾ ബാലറ്റിൽ എൻ്റർ ചെയ്യാൻ വേണ്ടിയല്ല. UK ഗവൺമെൻറ് വെബ്സൈറ്റിൽ നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. നമ്മൾ സാധാരണ വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ നമ്മളൊരു ഇമെയിൽ ID കൊടുക്കുക. കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അന്നേരം ഈ ഇമെയിൽ ID കൊടുത്തു കഴിയുമ്പോൾ അതിനകത്തേക്ക് ഒരു കോഡ് അവർ അയച്ചു തരും. ആ കോഡ് നമ്മൾ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമേ കണ്ടിന്യൂ ചെയ്യത്തുള്ളൂ. ഇപ്പോൾ കോഡ് നമുക്ക് കിട്ടി. ആ കോഡ് നമ്മൾ സെക്യൂരിറ്റി കോഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. കണ്ടിന്യൂ കൊടുത്തപ്പോഴത്തേക്ക് നമുക്ക് നമ്മളെ അക്കൗണ്ടിൽ ആരെങ്കിലും ആഡ് ചെയ്യണമെന്ന് ചോദിക്കും. വേണമെങ്കിൽ യെസ് കൊടുക്കാം, അല്ലെങ്കിൽ വേണ്ട അത് കൊടുക്കാം. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം ഒരു പേജിൽ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണം. ഇതിനകത്ത് നമ്മൾ ഡോക്യുമെൻറ്റ്, പാസ്പോർട്ട് നമ്പർ, നമ്മുടെ എക്സ്പയറി ഡേറ്റ്, നെയിം, നാഷണാലിറ്റി ആൻഡ് ഡേറ്റ് ഓഫ് ബർത്ത്. ഇതിനകത്ത് പാസ്പോർട്ട് നമ്പരും എക്സ്പയറി ഡേറ്റും പേരും ഡേറ്റ് ഓഫ് ബർത്തും നമ്മൾ ഡബിൾ ചെക്ക് ചെയ്യണം. 100% ഉറപ്പാണെങ്കിൽ മാത്രം ക്രിയേറ്റ് അക്കൗണ്ട് കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ UKVAയുടെ ഒരു അക്കൗണ്ട് നമുക്ക് ക്രിയേറ്റ് ആകും. പിന്നെ നമുക്കത് സൈൻ ചെയ്യാം. ഈ അക്കൗണ്ട് ക്രിയേറ്റ് ആകുമ്പോൾ നമുക്കൊരു ഇമെയിൽ വരും, അക്കൗണ്ട് ക്രിയേറ്റ് ആയെന്നും പറഞ്ഞ്. നമുക്ക് അവിടുന്ന് പിന്നെ എപ്പോഴും ലോഗിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ പാസ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. പാസ്പോർട്ടിന് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക.
കണ്ടിന്യൂ കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. കറക്റ്റായിട്ട് തന്നെ കൊടുക്കണം, നമ്മൾ നേരത്തെ കൊടുത്തിരുന്ന പോലെ തന്നെ കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്ത് കഴിയുമ്പോൾ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. അന്നേരം നമ്മുടെ അടുത്ത് നമ്മൾ കൊടുത്ത ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു കോഡ് അയച്ചു തരും. ആ കോഡ് നമ്മുടെ ഇമെയിലിൽ വരും, മെസ്സേജായിട്ട് അന്നേരം തന്നെ വരും. അന്നേരം ആ കോഡ് ഇവിടെ എടുത്ത് എൻ്റർ ചെയ്ത് കൊടുക്കുക, സെക്യൂരിറ്റി കോഡ്. അത് നമ്മുടെ ഇമെയിലിലാണ് വരുന്നത്. ഇമെയിൽ വരുന്ന കോഡ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മുടെ ഇമെയിൽ നമുക്ക് ആക്സസ് ഉള്ള ഇമെയിൽ അല്ലെങ്കിൽ നമുക്ക് ഈ കോഡുകൾ കറക്റ്റായിട്ട് കിട്ടത്തില്ല. അന്നേരം നമുക്ക് പിന്നെ എപ്പോൾ വേണമെങ്കിലും നമ്മുടെ ഈ ലോഗിനിലോട്ട് പോകണമെങ്കിൽ ആ കോഡ് നമുക്ക് വേണ്ടി വരും. ഒരേ സമയത്ത് ഒരു കോഡ് അയക്കും. അന്നേരം നമ്മുടെ ആപ്ലിക്കേഷനിലോട്ട് പോകും. യങ് പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ സ്കീം കണ്ടിന്യൂ കൊടുക്കുക. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. കോൺടാക്ട് റെഫറൻസ് ചോദിക്കും. അന്നേരം നമുക്ക് ഈ ഇമെയിൽ ഐ ഡി മതിയെങ്കിൽ അത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുക. അതിനുശേഷം ഡിക്ലറേഷൻ, അതൊരു ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. കാരണം നമ്മൾ 18 വയസ്സിന് മുകളിലുള്ളതാണ് അത് ഡിക്ലെയർ ചെയ്യുന്ന, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആപ്ലിക്കേഷൻ നമ്മൾ കൊടുക്കുന്നതായിട്ട് നമ്മൾ തന്നെയാണെന്നുള്ളത് ഡിക്ലെയർ ചെയ്യുന്നു. പിന്നെ എവിഡൻസ് അപ്ലോഡ് ചെയ്യണം. നമുക്ക് ഇവിടെ വേണ്ട എവിഡൻസ് എന്ന് പറയുന്നത് പാസ്പോർട്ട് മാത്രമാണ്. ഞാനിപ്പോൾ ഇത് വെറുതെ ഡമ്മിയായിട്ട് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ പാസ്പോർട്ട് എൻ്റർ ചെയ്യുന്നില്ല, വെറുതെ ഒരു ഫയൽ വെറുതെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഫയൽ നേരെ സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിലധികം ഫയലുകളുണ്ട്, അതെല്ലാം എൻ്റർ ചെയ്ത് കൊടുത്തോളൂ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എത്ര വേണമെങ്കിലും ഫയൽ അവിടെ എൻ്റർ ചെയ്യാം. അതിനനുസരിച്ച് അവിടെ സെലക്ട് ചെയ്യുക, അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അന്നേരം നമ്മുടെ ഫയൽ കറക്റ്റായിട്ടുള്ള പാസ്പോർട്ടിൻ്റെ കറക്റ്റായിട്ട് എല്ലാം കാണുന്ന രീതിയിലുള്ള പാസ്പോർട്ട് കോപ്പി വേണം, അല്ലാതെ ഉള്ള കോപ്പി കൊടുക്കരുത്. നമ്മുടെ നെയിമും അതിനകത്ത് നമ്പരും എല്ലാം കറക്റ്റായിട്ട് വിസിബിൾ ആയിട്ടുള്ള രീതിയിലുള്ള ഫുൾ സൈസ് ആയിട്ടുള്ള പാസ്പോർട്ട്. മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഫോട്ടോ വരുന്ന പേജും അഡ്രസ്സ് വരുന്ന പേജും കറക്റ്റായിട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കുക. അന്നേരം അത് 2 പേജായിട്ട് വരുന്നെങ്കിൽ 2ആയിട്ട് തന്നെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. അന്നേരം അത് കഴിഞ്ഞ് അപ്ലോഡ് കൊടുക്കുക. അപ്ലോഡ് കൊടുക്കുമ്പോഴത്തേക്ക് അത് അപ്ലോഡ് ആകും. അത് നമ്മുടെ സിസ്റ്റത്തിൻ്റെ സ്പീഡ് അനുസരിച്ചായിരിക്കും. അപ്ലോഡ് ചെയ്ത് ആഡ് അനദർ ഫയൽ എന്നും പറഞ്ഞുകൊണ്ട് അന്നേരം നമുക്ക് രണ്ടാമത് കൊടുക്കാം. അതല്ല ഒരെണ്ണം ഉള്ളെങ്കിൽ ഒരെണ്ണമായിട്ട് കൊടുക്കാം. കണ്ടിന്യൂ ചെയ്യുക. എന്നിട്ട് അവിടെ എഴുതി കാണിക്കും നമ്മൾ കൊടുത്തത് എന്താണെന്നുള്ളത്. വ്യൂ ചെയ്യണേ അവിടെ വെച്ച് വ്യൂ ചെയ്യാം. എന്നിട്ട് ഇങ്ങനെ മെസ്സേജ് വരും, എവിഡൻസ് അപ്ലോഡഡ് എന്ന് പറഞ്ഞ് വരും. കണ്ടിന്യൂ കൊടുക്കുക. അടുത്തത് സബ്മിഷനാണ്. അത് നമ്മളെല്ലാം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് സബ്മിറ്റ് ചെയ്യാം. സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്കൊരു മെസ്സേജ് വരും, ഇഫ് യു ആർ സക്സസ്ഫുൾ ഇൻ ദ ബാലറ്റ് യു ക്യാൻ അപ്ലൈ ഫോർ എ യൂത്ത് മൊബിലിറ്റി സ്കീം. അതായത് നമ്മൾ സക്സസ്ഫുൾ ആണെങ്കിൽ നമുക്ക് അവിടുന്ന് ഇമെയിൽ വരും. അന്നേരം നമുക്ക് നമ്മുടെ ഈ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാം. അന്നേരം അതിനുവേണ്ടി നമുക്ക് വേണ്ടി വരുന്ന ഡോക്യുമെൻസിൻ്റെ കാര്യങ്ങളൊക്കെ അവരവിടെ പറഞ്ഞിട്ടുണ്ട്. അത് കഴിയുമ്പോൾ നമ്മളത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എക്സ്പ്രഷൻ ഓഫ് ഇൻട്രസ്റ്റ് സബ്മിറ്റഡ് എന്ന് പറഞ്ഞ് വരും. അന്നേരം അത് കണ്ടിന്യൂ ചെയ്യുക. ഇത് കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആയി. ഇങ്ങനെ സബ്മിറ്റ് ഇത് കഴിഞ്ഞ് നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻറ്റ്സ് പിന്നെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പാസ്പോർട്ടിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ മറന്നു പോയെങ്കിൽ നമുക്ക് വീണ്ടും അത് ചെയ്യാം. എവിഡൻസ് വെച്ച് സെലക്ട് ചെയ്ത് ചെയ്യാം. നേരത്തെ ചെയ്ത അതേ ഓപ്ഷൻസ് വീണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം. സെലക്ട് എവിഡൻസ് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നമുക്ക് നമ്മുടെ ഡോക്യുമെൻറ്റ്സ് വേണം ഇനി അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിൽ ഈ സ്റ്റെപ്പ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ സ്റ്റെപ്പിൽ നമുക്കിത് വിസ ആപ്ലിക്കേഷൻ്റെ സെയിം ആണിത്. നോർമൽ UK വിസ ആപ്ലിക്കേഷൻ്റെ സെയിം തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ വിസ ആപ്ലിക്കേഷൻ അല്ല കൊടുക്കുന്നത്, ജസ്റ്റ് നമ്മൾ ഈ ബാലറ്റിലേക്കുള്ള എൻട്രി മാത്രമാണ്. അന്നേരം ഒരു കാരണവശാലും നിങ്ങൾ ഇവിടെ 1 രൂപ പോലും നിങ്ങൾ പൈസ കൊടുക്കേണ്ട. പലരും യൂത്ത് മൊബിലിറ്റി വിസയുടെ ആപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അതല്ല നമ്മൾ ചെയ്യേണ്ടത്. യങ് പ്രൊഫഷണൽ സ്കീമിൻ്റെ ബാലറ്റിൽ എൻട്രി ചെയ്യാണ് ആദ്യം ചെയ്യുന്നത്. അത് കഴിഞ്ഞാണ് ബാക്കി, ഇതിൽ നമ്മൾ സെലക്ട് ആയാൽ മാത്രം മതി നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അന്നേരം അതൊന്ന് ഓർത്തിരിക്കുക. അന്നേരം ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാലറ്റിൽ നമ്മൾ എൻട്രി ചെയ്യാനുള്ള സ്റ്റെപ്പുകൾ. ഇതൊക്കെ നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അന്നേരം നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമ്മളെ വിളിക്കാവുന്നതാണ്. നമ്മൾ കഴിയുന്നത്ര ഹെൽപ്പ് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ്. അന്നേരം ഒരുപാട് തിരക്കെടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് മറ്റന്നാൾ വരെ സമയമുണ്ട്. നമുക്കന്നേരം അതിനിടയ്ക്ക് ചെയ്താൽ മതി. അന്നേരം ഈ ഭയങ്കര ക്യൂ, ചില സമയത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നല്ല ക്യൂ കാണും. അന്നേരം വെയിറ്റ് ചെയ്യേണ്ടി വരും. അന്നേരം കറക്റ്റായിട്ട് എത്ര ക്യൂ ആണെങ്കിലും നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഒരു കാരണവശാലും വെപ്രാളം കാണിച്ച് തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എൻട്രി ചെയ്യരുത്. ഇതെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് ഒരു ഇമെയിൽ വരും, നമ്മുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയെന്നും പറഞ്ഞൊരു ഇമെയിൽ വരും. അത് കഴിഞ്ഞ് 2 വീക്സിനുള്ളിലാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. UK-യുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകളെല്ലാം തന്നെ നമ്മൾ ഇവിടെ അറിയിക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിലും വാട്സ്ആപ്പ് കൂട്ടായ്മയിലും ഒക്കെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. അതിന്റെയൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.